ഞാൻ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്, ഞാൻ എന്തിനാണ് ഈ AK-47 എടുത്ത് കയ്യിൽ വെച്ചിരിക്കുന്നത്, ഞാൻ എന്തിനാണ് ഈ കാർബൈൻ മെഷീൻ ഗൺ എടുത്ത് കയ്യിൽ വെച്ചിരിക്കുന്നത്, ഞാൻ എന്തിനാണ് ഇൻസാസ് റൈഫിൾ എടുത്ത് കയ്യിൽ വെച്ചിരിക്കുന്നത്. ബിഫോർ കാച്ചിങ് ഹർ ട്രെയിൻ ടു മസൂറി, ദിസ് യങ് ഗേൾ വുഡ് ലൈക്ക് ടു ട്രൈ ഹർ ഹാൻഡ് അറ്റ് MBBS. ജനങ്ങളുടെ കൂടെ പ്രവർത്തിച്ചു വരുമ്പോൾ നമുക്കത് വളരെ പ്രാവർത്തികമായി മാത്രം ലഭിക്കുന്ന പാഠങ്ങളാണ്. നമുക്കൊരു ക്ലാസ് മുറിക്കകത്തിരുന്നാലും എത്ര വലിയൊരു ഒരു സ്ഥാപനത്തിൽ പോയാലോ യൂണിവേഴ്സിറ്റിയിൽ പോയാലോ ഇത് നമുക്ക് പഠിക്കാൻ പറ്റില്ല. പക്ഷെ എന്നെ പഠിപ്പിച്ചത് അവിടുത്തെ സാധാരണ ഗ്രാമവാസികളാണ്. IAS ഓഫീസർ എന്ന് പറയുന്ന ആൾ ഒരു പക്ഷേ ഒന്നിലും ഒരു സ്പെഷ്യലിസ്റ്റ് അല്ല. പിന്നെ എന്തിനാണ് അവർ ഈ പറയുന്ന സാങ്കേതികത്വം നിറഞ്ഞ മേഖലയിൽ പോലും എന്തിനാണ് അതിൻ്റെ തലപ്പത്തിരിക്കുന്നതെന്നൊക്കെയുള്ള ആക്ഷേപങ്ങൾ പലപ്പോഴും വരാറുണ്ടല്ലോ. നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഞങ്ങൾ ഒന്ന് കുത്തിത്തിരികെ തരികയാണ് എന്നുള്ള രീതിയിൽ എത്ര നല്ല കാര്യമാണെങ്കിലും കൊടുത്താൽ അത് ജനങ്ങൾ ഏറ്റെടുക്കാൻ പോകുന്നില്ല. ആദ്യത്തെ 1-2 ദിവസം എനിക്ക് അങ്ങോട്ട് ശരിക്കും ഒന്നും വരുന്നില്ല. ഇതങ്ങ് ബുൾസൈലൊന്നും പോയി വീഴുന്നൊന്നുമില്ല, ഇങ്ങോട്ടൊക്കെയോ പോവാങ്ങ്. നോബഡി ഡസ് ദാറ്റ് ഇൻ സർവീസ്. നോ റൈറ്റിയസ് ഓഫീസർ വുഡ് എവർ ഡു ദാറ്റ്. ബട്ട് അതിൻ്റെ ഒരു മനോഭാവം എന്നുള്ളതുണ്ടല്ലോ, ആ മനോഭാവം വേണം എന്നുള്ളതുകൊണ്ടായിരിക്കും അതവിടെ വെച്ചിരിക്കുന്നത്. എന്നെ കൊണ്ട് അത് പറ്റില്ല. ഹലോ ആൻഡ് വെൽക്കം എവറിബഡി ടു ദ ഷോ. നിങ്ങളെല്ലാവരും ഒത്തിരി നാളായിട്ട് കോമൻറ്റ് സെക്ഷനിൽ ഡോക്ടർ ദിവ്യ എസ് അയ്യർ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. ആൻഡ് ഹിയർ ഷീ ഈസ്. സോ ലെറ്റ്സ് വെൽക്കം ഹർ ടു ദ ഷോ. ഡോക്ടർ ദിവ്യ IAS ടു ദ ഷോ. അയ്യോ, എത്ര നാളായി I've been trying to chase you down to Ernakulam. Sorry for keeping you waiting. In fact, I have also been waiting for this moment. Thanks for coming. തിരക്കാണ്. You are the MD of Vizhinjam Port and ഇത്രയും വലിയൊരു റെസ്പോൺസിബിലിറ്റി and many others as well. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് you found the time for us and for our viewers and I'm really grateful. ഡോക്ടർ, എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് ലൈക്ക് IAS ബ്യൂറോക്രാറ്റ്സ് ഓക്കെ ടു എ സർട്ടൺ എക്സ്റ്റെൻറ്റ് പൊളിറ്റീഷ്യൻസ് എല്ലാം ഒരിത്തിരി ഡിസ്റ്റൻ്റ് ആണ് ഫ്രം കോമണേഴ്സ്, അല്ലെങ്കിൽ നമ്മൾ സാധാരണ ആൾക്കാർ റെഗുലർ ലൈഫ് ലീഡ് ചെയ്യുന്ന ആൾക്കാരിൽ നിന്ന് ഇത്തിരി കട്ട് ഓഫ് ആയിരിക്കും. ആൻഡ് അത് ബ്രിഡ്ജ് ചെയ്യുന്നത്, ആ ഗ്യാപ്പ് ബ്രിഡ്ജ് ചെയ്യുന്ന വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. ഇതിനു മുമ്പും there have been a few IAS officers who have been able to bridge that gap and come close to the people. And you are one among them. അതൊരു സ്ത്രീ എന്ന നിലയ്ക്കല്ല, ഞാൻ പറഞ്ഞ ഒരു ഇൻഡിവിജ്വൽ എന്ന നിലയ്ക്ക് യു ബീൻ ഏബിൾ ടു ഫോം എ കണക്ട് വിത്ത് ദ കോമൺ ക്രൗഡ്. ആൻഡ് അത് എത്ര വലിയൊരു ആവശ്യമാണ് ഫോർ എ ബ്യൂറോക്രാറ്റ്. അത് ആവശ്യമാണോ എന്ന ചോദ്യം കൂടിയുണ്ട്, 2 വശമുണ്ട്. വാട്ട് ഈസ് യുവർ ടേക്ക് ഓൺ ദാറ്റ്? I think that is imperative, to our functioning. അപ്പോൾ പൊതുജന സേവനം എന്നുള്ള ഒരു മേഖലയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരേ ഒരു അനിവാര്യത എന്ന് പറയുന്നത് ജനങ്ങളുമായി അടുത്ത് പ്രവർത്തിക്കുക എന്നുള്ളത് മാത്രമാണ്. ശരിക്കും പൊതുജന സേവനം എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഭരണരംഗത്ത് വരുമ്പോൾ, ഇതിപ്പോൾ IASലേക്ക് കയറാനായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് പലരും ചോദിക്കാറുണ്ട് കുട്ടികൾ. അതുപോലെ IASലേക്ക് പ്രവേശിച്ച് കഴിയുമ്പോൾ എന്താണ് ഒരു IAS ഓഫീസറിൻ്റെ ഏറ്റവും നല്ല ഗുണം എന്ന് ചിലപ്പോൾ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് ഞാൻ എപ്പോഴും പറയുന്ന ഒരു ഉത്തരം, അതായത് IAS എന്ന് വെച്ചാൽ എല്ലാം അറിഞ്ഞുകൊണ്ട് വരുന്ന ഒരു വ്യക്തിയല്ല. അതിപ്പോൾ ഈ പറഞ്ഞ രാഷ്ട്രീയ രംഗത്താണെങ്കിലും ഞങ്ങളുടെ ഒരു ബ്യൂറോക്രസി ഉദ്യോഗവൃന്ദത്തിലാണെങ്കിലും ഒക്കെ നമുക്ക് ധാരാളം വെല്ലുവിളികൾ വ്യത്യസ്ത തരങ്ങളിൽ, വ്യത്യസ്ത തലങ്ങളിൽ, വ്യത്യസ്ത മുഖങ്ങളോടുകൂടി നമ്മുടെ മുന്നിലേക്ക് വരാറുണ്ട്. അപ്പോൾ ആ സമയങ്ങളിലെല്ലാം നമുക്കാകെ നമ്മളെ സഹായിക്കാൻ പോകുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കാൻ സാധിക്കുക എന്നുള്ളത് മാത്രമാണ്. സോ I have always stated that an IAS officer or a good IAS officer specializes in learning. ഈ ജനറലിസ്റ്റ് വേഴ്സസ് സ്പെഷ്യലിസ്റ്റ് എപ്പോഴും ഒരു ഡിബേറ്റ് നമ്മുടെ സമൂഹത്തിൽ എപ്പോഴും നടക്കാറുണ്ട്. IAS ഓഫീസർ എന്ന് പറയുന്ന ആൾ ഒരു പക്ഷേ ഒന്നിലും ഒരു സ്പെഷ്യലിസ്റ്റ് അല്ല. പിന്നെ എന്തിനാണ് അവർ ഈ പറയുന്ന സാങ്കേതികത്വം നിറഞ്ഞ മേഖലയിൽ പോലും എന്തിനാണ് അതിൻ്റെ തലപ്പത്തിരിക്കുന്നതെന്നൊക്കെയുള്ള ആക്ഷേപങ്ങൾ പലപ്പോഴും വരാറുണ്ടല്ലോ. അപ്പോൾ അതിനുള്ള എൻ്റെ ഉത്തരം കൂടിയാണത്. ആൻഡ് എ ഗുഡ് അഡ്മിനിസ്ട്രേറ്റർ ഈസ് ഓൾവേസ് എ ഗുഡ് ലേണർ എന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ചോദ്യം വരും, എവിടെ നിന്നാണ് പഠിക്കുന്നത് എന്നുള്ളത്. നല്ലൊരു പഠേതാവായിരിക്കുക എന്ന് പറയുമ്പോൾ എവിടെ നിന്നാണ് പഠിക്കുന്നത് എന്നുള്ളതാണ് അടുത്ത ചോദ്യം.
എവിടെ നിന്നാണ് പഠിക്കുന്നത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം പൊതുജനങ്ങൾ. ജനങ്ങളിൽ നിന്നും ഞാൻ പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. സേവനം എന്ന് പറയുന്നത് ഒരു ദിശയിൽ മാത്രം അങ്ങോട്ട് നൽകേണ്ടുന്ന ഒരു ഔദാര്യമല്ല. നമ്മളെപ്പോഴും സേവനം എന്നുള്ളത് എൻ്റെ അവകാശമാണ് എന്നാണ് നമ്മൾ ജനങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കുന്നത്. അപ്പോൾ അവരിൽ നിന്ന് തന്നെയാണ് നമ്മളും പഠിക്കേണ്ടത്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ മേഖലയിൽ തീർച്ചയായിട്ടും കൂടുതൽ ആർദ്രതയോടുകൂടിയും കൂടുതൽ അറിവോടുകൂടിയും പ്രയത്നിച്ച് നമുക്ക് നമ്മുടെ പൊതുജന സേവന രംഗത്ത് നമുക്ക് മികവ് പുലർത്താനാകും എന്നുള്ളത് മാത്രമാണ് എൻ്റെ അധ്യാപകരും എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. ഇതിൻ്റെ കാര്യം ഇതിലൊരു കാര്യം ഈ സേവനം എന്നുള്ളൊരു വാക്കിൽ നിന്ന് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നേ. ഏതോ ഇൻ്റർവ്യൂ ഞാൻ കണ്ടപ്പോൾ വായിച്ചപ്പോൾ അതിൽ പറയുന്നുണ്ട് CMC വെല്ലൂർ അവിടെ നിന്ന് ഗോൾഡ് മെഡലിസ്റ്റ് ആയിരുന്നല്ലോ ഓൺ ദിസ് പെർട്ടിക്കുലർ സബ്ജക്ട്, ദാറ്റ് ഇസ് കമ്മ്യൂണിറ്റി മെഡിസിൻ. ആ പോയിന്റിലാണ് ശരിക്കും ഒരു ഷിഫ്റ്റ് ഉണ്ടായത്. ആൻഡ് ദാറ്റ് സർവീസ് എന്നുള്ളൊരു കാര്യം ശരിക്കും അതൊരു തീരുമാനം ആയതും ആ തീരുമാനത്തിൽ നിന്നാണ് IASലേക്ക് വന്നതും എന്ന് ഞാൻ വായിച്ചു. ആ ഒരു ഫേസിനെ കുറിച്ച് പറയൂ. വാട്ട് ഡിഡ് യു സീ ദേർ ദാറ്റ് മേഡ് യു സീ ദാറ്റ് ഓക്കെ മെഡിസിൻ അല്ല എൻ്റെ പാത, ഞാൻ ചെയ്തു MBBS, പക്ഷേ ഞാൻ ഇനി തിരഞ്ഞെടുക്കാൻ പോകുന്നത് IAS ആണ് എന്നുള്ളൊരു ഷിഫ്റ്റ് അതെങ്ങനെയാണ് സംഭവിച്ചത് ഇന്റേണലി? ആക്ച്വലി കുട്ടിക്കാലം മുതൽക്കേ എനിക്ക് സിവിൽ സർവീസസ് എന്നുള്ള ഒരു മോഹം ഇങ്ങനെ മനസ്സിലുണ്ട്. പക്ഷേ ആ ഒരു പ്രായത്തിൽ ഒരു സാധാരണ മധ്യവർഗ കുടുംബത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിക്ക് ചുറ്റുമുള്ള ആരും തന്നെ ഒരു പക്ഷേ IAS ഓഫീസറോ ഡോക്ടറോ ഒന്നുമില്ലാത്ത ഒരു കുടുംബമാണ്. അങ്ങനെ ഉള്ളപ്പോൾ ഈ പറയുന്ന പോലെ വേദികളിൽ സമ്മാനം വാങ്ങിക്കുക അല്ലെങ്കിൽ പ്രസംഗം കേൾക്കുക എന്നുള്ള ആ ഒരു ക്ഷണനേരത്തിലുള്ള ഒരു സ്പർശം മാത്രമേ ശരിക്കും IAS ഉദ്യോഗസ്ഥരുമായിട്ട് നമുക്ക് ജീവിതത്തിൽ വരുന്നുള്ളൂ. അപ്പോൾ നമുക്കതിനൊക്കെ സാധിക്കുമോ എന്നുള്ള ഒരു ചോദ്യം എപ്പോഴും മനസ്സിലുണ്ടാകുമല്ലോ. അതിനുശേഷം ഞാൻ സയൻസ് സബ്ജക്ട്സ് പഠിച്ചു തുടങ്ങിയപ്പോൾ, ബയോളജി പ്രത്യേകിച്ചും പഠിച്ചു തുടങ്ങിയപ്പോൾ ബയോളജി എന്നുള്ള വിഷയത്തിലേക്ക് ഒരു ആസക്തി വന്നു. അപ്പോൾ അങ്ങനെയാണ് എനിക്കിഷ്ടമുള്ള 2 മേഖലകൾ, ഒന്ന് ശാസ്ത്രം ബയോളജി എന്നുള്ളത്, 2 ഈ പറഞ്ഞ പോലെ ജനങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കുക എന്നുള്ളത് ചെറുപ്പകാലം മുതലേ ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ സമന്വയിപ്പിക്കുന്ന ഒരു മേഖല എന്ന് പറയുന്നത് MBBS ആണല്ലോ എന്ന് കരുതിയാണ് ഞാൻ MBBSലേക്ക് കടക്കുന്നത്. അത് ഉള്ളിലൊരു പിൻവലിയായിരുന്നു, അതായത് ഉള്ളിലൊരു തോന്നലായിരുന്നു എനിക്ക് ചിലപ്പം ഒരു ക്രാക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു പേടിയോ അല്ലെങ്കിൽ അത് എനിക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു തോന്നൽ, ഒരു സെൽഫ് ഡൗട്ട് എന്തെങ്കിലും ഉണ്ടായിരുന്നു? ബിക്കോസ് സെൽഫ് ഡൗട്ട് ഇല്ലായിരുന്നു, പക്ഷെ എനിക്ക് ആ പാത എന്താണെന്ന് അറിയില്ലായിരുന്നു. അപ്പോൾ അതൊരു ഇഗ്നറൻസ്, ഒരു അജ്ഞത അല്ലെങ്കിൽ അവബോധമില്ലായ്മ എന്ന് ഞാൻ പറയൂ. കാരണം 10ാം ക്ലാസ്സിൽ സ്റ്റേറ്റ് ലെവലിൽ റാങ്ക് കിട്ടിയിട്ടുള്ള കുട്ടിയായിരുന്നു ഞാൻ. അപ്പോൾ SLCയിൽ 3rd റാങ്ക് ആയിരുന്നു എനിക്ക്. അപ്പോൾ ആ സമയത്ത് മാധ്യമങ്ങളൊക്കെ ആദ്യമായിട്ട് വീട്ടിലേക്ക് വരുന്നു. നമ്മൾ അതൊക്കെ ദ ഫസ്റ്റ് ബ്രഷ് വിത്ത് മീഡിയ എന്ന് പറയുന്ന ശരിക്കും ആ ഒരു കാലഘട്ടത്താണ്. അപ്പം അന്ന് ദൃശ്യമാധ്യമങ്ങളും അതുപോലെ തന്നെ പത്രമാധ്യമങ്ങളും ഒക്കെ വീട്ടിൽ വന്നപ്പോൾ എല്ലാവരും ആദ്യം ചോദിക്കുന്ന ചോദ്യം ഇതായിരിക്കും അല്ലേ, എന്ത് തോന്നുന്നു, ഇനി ഭാവിയിൽ എന്ത് ചെയ്യാൻ പോകുന്നു എന്നതാണ് ഒരു സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ എന്നുള്ളത്. അതിന് ഞാൻ അന്ന് ഉത്തരം പറഞ്ഞിരുന്നത് എനിക്ക് MBBS ചെയ്യണം, അതിനുശേഷം IASലേക്ക് പ്രവേശിക്കണം എന്ന് തന്നെയായിരുന്നു എൻ്റെ 10ാം ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നത്. അപ്പം അത് ഈ പറഞ്ഞ പോലെ പത്രങ്ങളിലൊക്കെ വന്നു. അപ്പം അപ്പായ്ക്ക് ഇതെല്ലാം ശേഖരിച്ച് വളരെ മനോഹരമായിട്ടുള്ള ഒരു ആൽബം ആക്കി ഇപ്പോഴും വെച്ചിട്ടുണ്ട്. അപ്പം I mean, as you can imagine, he was incredibly proud and happy. So അങ്ങനെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അന്ന്. അപ്പം ഞാൻ വെല്ലൂർ അതിനുശേഷം MBBSന് പോയിട്ട് തിരിച്ചടക്കി വീട്ടിൽ വരുമ്പോൾ ഈ ആൽബം എടുത്ത് വെച്ച് നോക്കുമായിരുന്നു. അപ്പോൾ അതെടുത്ത് വെച്ച് നോക്കുന്ന സമയത്ത് ഹിന്ദുവിലെ ഒരു ലേഖനം, ഞങ്ങൾ അന്ന് ആദ്യത്തെ 3 റാങ്ക് ഹോൾഡേഴ്സും പെൺകുട്ടികളുണ്ടായിരുന്നു, 3 പേരും തിരുവനന്തപുരത്ത് നിന്ന്. അപ്പോൾ ഞങ്ങളുടെ 3 പേരുടെയും പടങ്ങളൊക്കെ വെച്ചിട്ട് ഒരു ലേഖനം ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞതായിട്ട് അതിൽ എഴുതിയിരിക്കുന്ന ഒരു വരി ഉണ്ടായിരുന്നു. ബിഫോർ ക്യാച്ചിങ് ഹർ ട്രെയിൻ ടു മസൂരി ദിസ് യങ് ഗേൾ വുഡ് ലൈക്ക് ടു ട്രൈ ഹർ ഹാൻഡ് അറ്റ് MBBS എന്ന് പറഞ്ഞിട്ട്. That line kind of stuck to me at some level.
അതുപോലെ മറ്റ് പത്രങ്ങളുണ്ടായിരുന്നു. ബട്ട് സംഭവം ഈ ഒരു പ്രസൻറ്റേഷൻ സംഭവം കോട്ട് മൈ അറ്റൻഷൻ ബിഫോർ ക്യാച്ചിങ് ഹർ ട്രെയിൻ ടു മസൂരി എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്കിരുന്ന് അതും ആലോചിക്കും. മനസ്സിൻ്റെ ഉള്ളിൽ ഐ ഹാവ് ടു ഗോ ടു മസൂരി എന്നുള്ളത് ഇങ്ങനെ എവിടെയോ ഉള്ളിൽ കിടപ്പുണ്ട്. ബട്ട് ഞാൻ MBBS ചെയ്യുന്ന സമയത്ത് ശരിക്കും അവിടെ നിന്നും മാറുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതേയില്ല. ബിക്കോസ് CMC വെല്ലോർ എന്ന് പറയുന്ന ഒരു ലോകം, What an institute. യെസ്, ഇറ്റ് ഈസ് ഔട്ട് ഓഫ് ദ വേൾഡ്. ശരിക്കും അത്രമാത്രം Dedicated ആയിട്ടുള്ള professionals, അതെ, നന്മയിൽ വേരൂന്നിയ ഒരു ലോകം നമുക്ക് ലഭിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ സൗഭാഗ്യമാണ്. അപ്പോൾ അത് തന്നെ നമ്മുടെ ഒരു കർമ്മമണ്ഡലമായിട്ട് മാറുക എന്ന് പറയുന്നതിലുപരിയായിട്ട് എന്താണ് ഇനി വേണ്ടത്? I have it all sorted, I'm settled എന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരും അവിടെ പോകുമ്പോൾ സ്വാഭാവികമായി. അപ്പോൾ അവിടെ തന്നെ പോസ്റ്റ് ഗ്രാജുവേഷനും ചെയ്ത് ഒരു പക്ഷേ അവിടെ തന്നെ വിവാഹവും കഴിച്ച് കുടുംബവുമായി അവിടെ തന്നെ ഇന്നും ഇരിക്കാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു എനിക്ക്, ഒരു സാധ്യത ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു കമ്മ്യൂണിറ്റി മെഡിസിൻ എന്ന് പറയുന്നത് നമുക്ക് പ്രീ ഫൈനൽ ഇയറിൽ വരുന്ന ഒരു സബ്ജക്റ്റാണ്. ആ ഒരു കാലഘട്ടം വരെ ഒരു പക്ഷേ ഞാൻ അത് തന്നെ ആകും എന്നാണ് വിചാരിച്ചിരുന്നത്. അതിനുശേഷം ഇനി അവിടെ നിന്നും പുറത്തിറങ്ങി അത്രയും പ്രയാസപ്പെട്ട് ഇനി അടുത്തൊരു പരീക്ഷ എഴുതി IAS വരുന്നൊന്നും ഞാൻ അത്രയും കാലം പ്രതീക്ഷിച്ചില്ല. പക്ഷേ കമ്മ്യൂണിറ്റി മെഡിസിനിൽ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ വളരെ നല്ലൊരു കമ്മ്യൂണിറ്റി മെഡിസിൻ ഡിപ്പാർട്ട്മെൻ്റ് ഉള്ളത്. അപ്പോൾ ചുറ്റുമുള്ള ഗ്രാമങ്ങളിൽ, തമിഴ്നാട്ടിൽ തന്നെ ചുറ്റുമുള്ള ഗ്രാമങ്ങളിൽ പോയി അവിടുത്തെ ജനങ്ങളെ കണ്ട് അവർക്ക് ഈ പറയുന്ന വൈദ്യശാസ്ത്രപരമായിട്ടുള്ള എന്തൊക്കെ സേവനങ്ങൾ നമുക്ക് നൽകാൻ സാധിക്കും എന്നുള്ളത് നൽകുക, അവിടെ മെഡിക്കൽ ക്യാമ്പ്സ് നടത്തുക തുടങ്ങിയ ഒരുപാട് ഉദ്യമങ്ങൾ അതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ അതിൽ 1-2 പ്രാവശ്യം ഞങ്ങൾ അങ്ങനെ പോകുമ്പോൾ വെല്ലൂർ എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ സാധാരണ ഒരു മെഡിക്കൽ ക്യാമ്പിൽ നിന്ന് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഏതൊരു രാജ്യത്തെ ഏതൊരു ഭാഗത്തായാലും നമ്മൾ ഉദ്ദേശിക്കുക ഇപ്പോൾ എന്താ പറയുക, ലൈഫ് സ്റ്റൈൽ ഡിസീസസിന് മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നു, അല്ലെങ്കിൽ ക്യാൻസർ സ്ക്രീനിങ് മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നു എന്ന് നമ്മൾ നേരത്തെ പറയും. അവിടെ പോകും, ആളുകളെ രജിസ്റ്റർ ചെയ്യും, ആ സ്ക്രീനിങ് നടത്തും, തിരിച്ചു വരും. അങ്ങനെയാണല്ലോ അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ഫോമാറ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ ഞങ്ങൾ പഠിക്കുന്ന കുട്ടികളായതുകൊണ്ടാകാം, പക്ഷെ ഞങ്ങളെ ഒരു ഗ്രാമം ഞങ്ങൾക്കങ്ങ് തരും. അപ്പം ഞങ്ങൾ ഒരിക്കൽ പോയത് സലമനാഥം എന്ന് പറഞ്ഞിട്ടൊരു ഗ്രാമത്തിലായിരുന്നു. എന്താ പറയുക, വളരെ പ്രാചീനമായിട്ടുള്ള കുറേ അടിസ്ഥാന സൗകര്യങ്ങൾ മാത്രമുള്ള ഒരു ഗ്രാമം. അപ്പോൾ കുടിലുകളിലൊക്കെയാണ് മിക്കവാറും ആളുകൾ താമസിക്കുക. കുറച്ചൊക്കെ പക്കാ റോഡുകളുണ്ട്, പക്ഷേ മിക്കതും കച്ചാ റോഡുകളൊക്കെ ഉള്ള ഒരു ഗ്രാമം. അപ്പോൾ സലമനാഥത്തിൽ ഞങ്ങൾ പോയപ്പോൾ ഞങ്ങൾക്ക് ആദ്യം 10 ദിവസത്തെ പോസ്റ്റിംഗ് ആണ് അവിടെ നിന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഒരു 2-3 ദിവസം ഞങ്ങൾ വെറുതെ അങ്ങ് വിടും. എന്നിട്ട് ഞങ്ങളോട് പറയും, നിങ്ങൾ അവിടെയുള്ള ഗ്രാമവാസികളുമായിട്ട് സംവദിക്കുക, അവരുടെ കൂടെ താമസിക്കുക, അവർ കഴിക്കുന്ന ഭക്ഷണം കഴിക്കുക, അവരെന്താണെന്നുള്ളത്, അവരുടെ ജീവിതശൈലി എന്താണെന്നുള്ളത് ഒപ്പിയെടുക്കുക. എന്നിട്ട് അവർക്കിടയിൽ എന്താണ് ആരോഗ്യപരമായിട്ടുള്ള പൊതുജനാരോഗ്യത്തെ സംബന്ധിച്ചിട്ടുള്ള പ്രശ്നം നിങ്ങൾ കണ്ടെത്തി അവർക്ക് എന്താണ് വേണ്ടത് എന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ അതിന് ഫെൽറ്റ് നീഡ് ഓഫ് ദ കമ്മ്യൂണിറ്റി എന്നാണ് അതിനെ പറയുക. അത് മെഡിസിനിൽ മാത്രമല്ല, മറ്റിപ്പോൾ മാനേജ്മെൻറ്റ് അഡ്വർടൈസ്മെൻറ്റ് മേഖലയിൽ നോക്കിയാലും ഇത് ആക്ച്വലി ഒരു റെലവൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റാണ്. സോ വി ഗോ ആൻഡ് ഐഡൻറ്റിഫൈ ദ ഫെൽറ്റ് നീഡ്സ് ഓഫ് ദ കമ്മ്യൂണിറ്റി. അപ്പോൾ അവരിപ്പോൾ അവിടെ പോകുമ്പോൾ അവർക്കൊരു പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടതായി തോന്നുന്ന ഒരു വിഷയം കൊതുകുജന്യ രോഗങ്ങൾ എന്നുള്ളതായിരിക്കും, മലേറിയ എന്നുള്ളതായിരിക്കും ചിലപ്പോൾ അവരുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയും. പക്ഷേ അവരുടെ ഉള്ളിൽ ഈ പറഞ്ഞ പോലെ BPയോ ഹൈപ്പർ ടെൻഷനോ അല്ലെങ്കിൽ ബ്ലഡ് ഷുഗറോ വർദ്ധിക്കുന്നു എന്നുള്ളത് അവർക്ക് അറിയില്ലായിരിക്കും. ബട്ട് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ യു ഹാവ് ടു ഫിഗർ ഔട്ട് വാട്ട് ദേ വാണ്ട് ആൻഡ് cater to their needs. And over and above that, you can go and give them what you think you should give them. അത് രണ്ടാമത്തെ ഒരു ഭാഗമാണ്. ആദ്യത്തെ ഭാഗം എപ്പോഴും നമ്മളൊരു സേവനം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി നൽകുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഞങ്ങൾ വന്ന് കുത്തിത്തിരികെ തരികയാണ് എന്നുള്ള രീതിയിൽ എത്ര നല്ല കാര്യമാണെങ്കിലും കൊടുത്താൽ അത് ജനങ്ങൾ ഏറ്റെടുക്കാൻ പോകുന്നില്ല. അപ്പം നമ്മൾ ഈ ആദ്യത്തെ 2-3 ദിവസം അവരുടെ കൂടെ നിൽക്കുമ്പോൾ അവർക്ക് എന്താണ് ആവശ്യമെന്ന് സ്വമേധയാ അവർക്ക് തോന്നുന്നത് എന്താണെന്ന് ആദ്യം കണ്ടുപിടിക്കുക. 2, അത് ഞങ്ങൾ തരാം, അതിനോടൊപ്പം ഇതും നിങ്ങൾക്ക് ആവശ്യമാണ് എന്നുള്ള ബോധവൽക്കരണം അടുത്ത് നടത്തുക. അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതാണ്. ഞങ്ങൾക്ക് അവയർനെസ് പ്രോഗ്രാംസ് ഞങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. What you said is very remarkable. I'm sorry to cut you. പക്ഷേ ഇത് എക്സ്ട്രാപോളേറ്റ് ചെയ്ത് if you take it to your profession that you are in right now, it's just that. Yes. Same സംഭവമാണ് ഇവിടെ നടക്കുന്നത്. Absolutely. So that's where I was coming to. So
അത്തരത്തിലുള്ള പാഠങ്ങൾ എന്ന് പറയുന്നത് ഈ ജനങ്ങളുടെ കൂടെ പ്രവർത്തിച്ചു വരുമ്പോൾ നമുക്കത് വളരെ പ്രാവർത്തികമായി മാത്രം ലഭിക്കുന്ന പാഠങ്ങളാണ്. നമുക്കൊരു ക്ലാസ് മുറിക്കകത്തിരുന്നാലും എത്ര വലിയൊരു ഒരു സ്ഥാപനത്തിൽ പോയാലോ യൂണിവേഴ്സിറ്റിയിൽ പോയാലോ ഇത് നമുക്ക് പഠിക്കാൻ പറ്റില്ല. പക്ഷെ എന്നെ പഠിപ്പിച്ചത് അവിടുത്തെ സാധാരണ ഗ്രാമവാസികളാണ്. അപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അവിടുത്തെ ഈ പറയുന്ന കമ്മ്യൂണിറ്റി ഫെൽറ്റ് നീഡ് എന്ന് പറഞ്ഞ് ഞങ്ങൾ ആദ്യം രേഖപ്പെടുത്തിയ കാര്യങ്ങൾ, അതിനുശേഷം അവിടെ നടത്തിയ ബോധവൽക്കരണം എന്ന് പറയുമ്പോൾ ഏറ്റവും സാധാരണ രീതിയിൽ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന കാര്യങ്ങൾ അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ രീതിയിൽ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ പാംഫ്ലെറ്റും ബ്രോഷറും ഉണ്ടാക്കി അവിടെ പോയിട്ടില്ല. അപ്പോൾ അവരുടെ ഇടയിൽ ചെന്ന് ഈ പറഞ്ഞ കൊതുകുജന്യ രോഗങ്ങളെക്കുറിച്ചാണെങ്കിൽ പോലും എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അവിടെ ഒരു തെരുവ് നാടകം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും കൂടെ ഇറങ്ങി തിരിച്ച് പിന്നെ പണ്ടത്തെ തമിഴ് ഗാനങ്ങളൊക്കെ സിനിമാ ഗാനങ്ങളൊക്കെ എടുത്തുകൊണ്ട് എല്ലാവരും ഈശ്വരിയുടെ പാട്ടുകളൊക്കെ അല്ലേ, അങ്ങനത്തെ പാട്ടുകളൊക്കെ എടുത്തുകൊണ്ട് അതിന് പാരഡി തമിഴിൽ സൃഷ്ടിച്ചുകൊണ്ട് അങ്ങനെ ഞങ്ങളത് ഉണ്ടാക്കി ഞങ്ങൾ തന്നെ പാടി ആളുകളെ കൂട്ടി കാര്യങ്ങളൊക്കെ. അപ്പോൾ എല്ലാം എന്താ പറയുക, ഒരു പരീക്ഷണശാലയാണ് ശരിക്കും അവിടുത്തെ ഈ പറയുന്ന ഒരു പഠനം എന്ന് പറയുന്നത് തന്നെ. അപ്പം നേരത്തെ നമുക്ക് ആരും ഒന്നും പറഞ്ഞു തന്നിട്ട് ഈ ബ്രോഷറും കൊണ്ടല്ല നമ്മൾ പോകുന്നു, ഒന്നും പ്രീമെയ്ഡ് അല്ല, എല്ലാം സ്പോണ്ടേനിയസ് ആണ്, എല്ലാം സർഗാത്മകമായിട്ട് അവർക്ക് എന്താണ് മനസ്സിലാവുക എന്നുള്ള അവരുടെ ഇടയിൽ പോയാലല്ലേ നമുക്കറിയൂ. അപ്പോൾ അങ്ങനെയാണ് അവിടെ ബോധവൽക്കരണം പോലും ഞങ്ങൾ നടത്തുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഈ 10 ദിവസത്തെ ക്യാമ്പിനുള്ളിൽ, അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും അടുത്തത് ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷൻസും കീ നോട്ട് ഇൻ്റർവ്യൂസും അങ്ങനെ അവിടുത്തെ കുറച്ച് വ്യക്തികളെ മാത്രം എടുത്ത് നമ്മൾ വീണ്ടും കാര്യങ്ങൾ എങ്ങനെയാണ് അവിടെ ഇത് നടത്താൻ പോകുന്നത് എന്നുള്ളത് അവരെ തന്നെ അതിൻ്റെ ഭാഗമാക്കി അവർ തന്നെ അതിന് ചുക്കാൻ പിടിക്കുന്ന രീതിയിൽ നമ്മളൊരു മെഡിക്കൽ സർവീസസ് ക്യാമ്പ് അവിടെ ആസൂത്രണം ചെയ്യും. അതിന് ശേഷമാണ് ശരിക്കും നമ്മുടെ ഈ വലിയ ഡോക്ടർമാരൊക്കെ അങ്ങോട്ടേക്ക് വരിക. അപ്പോൾ ഇവിടെ ഒരു ബ്യൂറോക്രസി ആയിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ ഉണ്ടായിരുന്നോ ഡോക്ടർ? ഇസ് ദാറ്റ് വാട്ട് ചേഞ്ച് യുവർ പെർസ്പെക്റ്റീവ്? കാരണം നമുക്ക് എഫക്റ്റീവായിട്ട് ഒരു കാര്യം എത്തി നിൽക്കണമെങ്കിൽ അവിടെ ബ്യൂറോക്രസിയുടെ എത്ര റിക്വയർമെന്റ് ഉണ്ടെന്നുള്ളൊരു തിരിച്ചറിവ്. യെസ് അവിടെ ഇപ്പോൾ ഒരു വ്യക്തിയെ ഞാൻ കണ്ടു എന്നല്ല, പക്ഷേ ഞാൻ ഈ വിവരിച്ചു വന്നത് ഈ ഒരു വ്യവസ്ഥയായിരുന്നു. നമ്മൾ അത്രയും ചെറുതായിട്ട് കണക്കാക്കുന്ന ഒരു കാര്യം, ഒരു മെഡിക്കൽ ക്യാമ്പ് നടത്താന്ന് പറയുന്ന ഒരു ചെറിയ സംഭവമല്ലേ. അപ്പോൾ അതിന് പോലും അതിൻ്റെ പിന്നിലുള്ള ഈ നമ്മുടെ വ്യവസ്ഥയിൽ എന്തൊക്കെ ഘടകങ്ങളുണ്ട്, അതിലെന്തൊക്കെ മാർഗങ്ങളുണ്ട്, അതെങ്ങനെയാണ് ശരിക്കും ജനങ്ങളുടെ അടുത്തേക്ക് എത്തിക്കേണ്ട രീതിയിൽ എത്തിക്കേണ്ടവർക്ക് എത്തിക്കുന്നത് എന്നുള്ളതൊക്കെ എനിക്കൊരു വലിയൊരു വെളിപാടായിരുന്നു ശരിക്കും. അത് കഴിഞ്ഞ് വന്നപ്പോഴാണ് എനിക്ക് ശരിക്കും മനസ്സിലായത് നമുക്ക് ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്താ പറയുക ശാസ്ത്ര സാങ്കേതിക രംഗത്തുള്ള പുരോഗതിയുടെയോ ഒന്നും കുറവല്ല. അത് ഈ പറയുന്ന പോലെ അർഹരായവർക്ക് കൃത്യമായ സമയത്തിൽ കൃത്യമായ രീതിയിൽ എത്തിക്കുക എന്നുള്ള വ്യവസ്ഥയിൽ ഒരു പക്ഷേ കുറേ കൂടെ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ടോ എന്നുള്ള ഒരു ബോധ്യം അപ്പോഴാണ് വന്നത്. അങ്ങനെയാണ് ശരിക്കും ലെറ്റ് മീ നോട്ട് ലിമിറ്റ് മൈ സെൽഫ് ടു സയൻസ് എന്നുള്ള ഒരു ചിന്ത മനസ്സിലേക്ക് വരുന്നത്. ആൻഡ് ഈ ഒരു എക്സ്പീരിയൻസ് വുഡ് ഹാവ് ഹെൽപ് യു പത്തനംതിട്ട ഡിസ്ട്രിക്ട് കളക്ടറായിട്ട് ഇരുന്ന സമയത്ത് ഇതൊരു ഭയങ്കര ഒരു നോളജ് ആയിരുന്നേനെ. ദോസ് എക്സ്പീരിയൻസസ് ബീയിങ് എ ഡോക്ടർ ആൻഡ് ഓൾസോ ഓപ്പറേറ്റിംഗ് ഇൻ ദീസ് ഏരിയാസ്. ഞാനൊരു എനിക്ക് ബാഫിൾ ചെയ്ത ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ. അല്ലേ, ഈ സിവിൽ സർവീസ് ക്രാക്ക് ചെയ്യുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. 139 റാങ്ക് 2012 കിട്ടിയിട്ട് 2014 പോയി വീണ്ടും എഴുതി റാങ്ക് പോരാന്ന് പറഞ്ഞ് ഞാനിത് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. 48ാമത്തെ റാങ്ക്. ഇതെന്ത് പരിപാടിയായിരുന്നു? Why did you do that? That's I mean, എത്ര പേര് അങ്ങനെ പോലും ചിന്തിക്കും? ഒരു പക്ഷേ ഈ പറഞ്ഞ എൻ്റെ ഈ ഒരു ഭൂതകാലം ഉണ്ടല്ലോ, അതായത് CMC പോലുള്ള ഒരു സ്ഥലത്ത് പോയി MBBS ചെയ്ത് അതിനുശേഷം ന്യൂറോ സർജറിയിൽ പ്രവേശിച്ച്, അപ്പോൾ അത്രയും സാധാരണ ജനങ്ങൾ അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്നോ സുഹൃത്തുക്കളുടെ ഭാഗത്തു നിന്നോ ഒക്കെ നോക്കുമ്പോൾ അത്രയും ലുക്രേറ്റീവ് ആയിട്ടുള്ള ഒരു കരിയർ എന്നവരൊക്കെ പറയുന്ന ഒരു സംഭവം വിട്ടിട്ടാണ് ഞാൻ ശരിക്കും ഇതിലേക്ക് വരുന്നത്. അപ്പോൾ അത്രയധികം അനിശ്ചിതത്വം വേട്ടയാടുന്ന ഒരു മേഖല കൂടിയാണ് UPSC പരീക്ഷ, സിവിൽ സർവീസ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിൽ പ്രവേശിച്ച് ആദ്യം 138 എടുത്തപ്പോൾ വേണമെങ്കിൽ IPSO IFSO എടുത്തിരുന്നെങ്കിൽ ഒരു പക്ഷേ അവിടെ വെച്ചിട്ട് ഞാൻ നിർത്തിയേനെ. അതുകൊണ്ട് ഞാൻ അതിനെ ഓപ്റ്റ് ചെയ്തില്ല ശരിക്കും. ആക്ച്വലി എൻ്റെ മെൻറ്റോർ എന്ന് ഞാൻ
എല്ലായ്പ്പോഴും പറഞ്ഞിട്ടുള്ള 2-3 വ്യക്തികളുണ്ട്. ഒന്ന് ബാബു പോൾ സാർ, വേറൊന്ന് ടി പി ശ്രീനിവാസൻ സാർ. അപ്പോൾ ശ്രീനിവാസൻ സാർ അംബാസഡറാണ്, IFS ആണ്. സാറാവുന്നതും എന്നോട് പറഞ്ഞു നോക്കി 138ാമത്തെ റാങ്കിൽ IFS കിട്ടും, അപ്പോൾ IFS എടുക്കുക, യു ആർ മെൻറ്റ് ഫോർ ദാറ്റ് എന്നിങ്ങനെ എന്നോട് കുറേ പറഞ്ഞു നോക്കി. പക്ഷെ ഞാൻ ഈ ഒരു മേഖലയിൽ ഞാൻ കാലെടുത്ത് വെച്ചത്, അല്ലെങ്കിൽ ഈ ഒരു തീരുമാനം എന്നുള്ളതിൻ്റെ ഒരു പിന്നാമ്പുറം ഞാനിപ്പോൾ പറഞ്ഞായിരുന്നു. ഐ വോണ്ടഡ് ടു ഫുൾഫിൽ ദാറ്റ്. അവിടെ നിന്നും വഴി മാറി വീണ്ടും പോകാനായിട്ട് എൻ്റെ മനസ്സ് എന്നെ അനുവദിച്ചില്ല. എനിക്ക് പൊതുവേ ചെറുപ്പകാലം മുതലേ എനിക്ക് ഈ പറയുന്ന എന്താ പറയുക, ചിലർക്ക് ഇപ്പോൾ യാത്ര ചെയ്ത് വിദേശ രാജ്യങ്ങളിൽ പോവുക, അവിടുത്തെ മിന്നിത്തിളങ്ങുന്ന ഒരു ജീവിതശൈലി എന്ന് പറയുന്നത് ചിലർക്ക് വളരെ ആകർഷകമായിരിക്കാം. എല്ലാ സ്ഥലത്തും അങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത്. ഇപ്പം IFS ആണെങ്കിലും നമ്മൾ ഈ പറയുന്ന പോലെ ഒരുപാട് വെല്ലുവിളികൾ നേരിടുന്ന ഒരുപാട് രാജ്യങ്ങളിൽ നമുക്ക് പോസ്റ്റിംഗ് ലഭിക്കും. ഒരുപാട് സേവന മേഖലകൾ എല്ലാ സർവീസസിലുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഏറ്റവും കൂടുതൽ റിലേറ്റ് ചെയ്യുന്നത്, എനിക്ക് സമ്പർക്കം പുലർത്താൻ സാധിക്കുന്ന, അല്ലെങ്കിൽ എനിക്ക് എന്നെ തന്നെ പ്രതിഫലിപ്പിച്ച് കാണാവുന്ന കുറേ അധികം മേഖലകൾ, കുറേ അധികം ജനങ്ങൾ എൻ്റെ ചുറ്റുമുള്ളതായിട്ട് എനിക്ക് അന്നും തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇതൊന്നും വിട്ടിട്ട് പോകാനുള്ള ഒരു മനസ്സ് ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ശരിക്കും ഞാൻ IAS തന്നെ വേണം എന്ന് തീരുമാനിക്കുന്നത്. പിന്നെ IPS-ഉം ഞാൻ ശരിക്കും IRS കസ്റ്റംസ് ആയിരുന്നു എടുത്തത്. അപ്പോൾ ആ സമയത്ത് വീണ്ടും ചോദ്യം വന്നായിരുന്നു, IPS എന്തുകൊണ്ട് എടുത്തില്ല? IPS കിട്ടുമായിരുന്നു, കേരള കാഡർ തന്നെ കിട്ടുമായിരുന്നു ആ വർഷം 6 റാങ്കിൽ. അപ്പോൾ എന്തുകൊണ്ട് IPS എടുത്തില്ല, IRS കസ്റ്റംസ് എന്തുകൊണ്ട് കണ്ടിന്യൂ ചെയ്തില്ല എന്നൊക്കെയുള്ളൊരു ചോദ്യം വരും. ശരിക്കും IRS ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് ഒന്നുകൂടെ ഒരു ബോധ്യം വന്നത്, ഐ എം നോട്ട് മെൻറ്റ് ഫോർ ദിസ് എന്നുള്ളത്. ചില കാര്യങ്ങൾ നമ്മൾ ചെയ്തു തുടങ്ങുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. എല്ലാം നമ്മൾ നേരത്തെ അറിഞ്ഞുകൊണ്ട് പഠിച്ചുകൊണ്ട് വരുന്നതല്ലല്ലോ. ആ ഒരു അനുഭവം ഞാൻ പറയാം. അത് നമുക്ക് IRS കസ്റ്റംസിലായാലും പോലീസിലാണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഫയർ ആംസ് ട്രെയിനിങ് ഉണ്ട്. നമുക്ക് വളരെയധികം അച്ചടക്കത്തോടു കൂടി, ഒരു പക്ഷേ വളരെ യാന്ത്രികമായി, വളരെ ശ്രദ്ധാപൂർവം ചെയ്യേണ്ടുന്ന ഒരുപാട് കൃത്യങ്ങളുണ്ട് നമ്മുടെ ട്രെയിനിങ്ങിൻ്റെ പരിശീലനത്തിൻ്റെ ഭാഗമായിട്ട്. അവിടെ ഞങ്ങൾ ഹൈദരാബാദിലായിരുന്നു ഞങ്ങൾക്ക് ഫയർ ആംസ് ട്രെയിനിങ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ NPA നാഷണൽ പോലീസ് അക്കാഡമിയിലും പ്ലസ് NISA, അതായത് നാഷണൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി അക്കാഡമി സെക്കന്ദരാബാദിലുള്ളത്, നമ്മുടെ CISF-ഉം അവരൊക്കെ ട്രെയിനിങ് ചെയ്തു. അവിടെ ആയിരുന്നു ഞങ്ങളുടെ ഫയർ ആംസ് ട്രെയിനിങ്. ഫയർ ആംസ് ട്രെയിനിങ്ങിന് പോകുമ്പോൾ നമ്മൾ മറ്റേ കാക്കി യൂണിഫോം ഒക്കെ ധരിച്ച്, ഓവറോൾസൊക്കെ ധരിച്ച് വളരെ അച്ചടക്കത്തോടു കൂടി ജീവിക്കേണ്ടുന്ന ജീവിതമാണ്. അതുപോലെ തന്നെ കായിക ശേഷി എന്ന് പറയുന്നത് എന്നെ പോലെ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അസാധ്യമായിട്ടുള്ള കായികശേഷി വേണ്ടുന്ന കാര്യമായി. ഞാൻ കൊച്ചുനാൾ മുതലേ അങ്ങനെ ഭയങ്കരമായിട്ടുള്ള കായികാധ്വാനം ഒന്നും ചെയ്ത് ശീലമുള്ള ആളല്ല ഞാൻ. നമ്മൾ സാധാരണ ജീവിതത്തിൽ ചെയ്യുന്ന എല്ലാ കൃത്യങ്ങളും കാര്യങ്ങളും, പിന്നെ വീട്ടുജോലികളും ഡാൻസും പാട്ടും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഡാൻസിന് കായിക ശേഷി വേണമെന്ന് ചോദിച്ചാൽ വേണം. പക്ഷെ ഇത് അതിനൊക്കെ അപ്പുറമുള്ളൊരു കായിക ശേഷിയാണ്. അപ്പോൾ അങ്ങനെ അപ്പോൾ രാവിലെ 4 മണിക്ക് എണീറ്റ് നമ്മൾ ഈ വലിയ നീണ്ട റൈഫിൾസ് ഒക്കെ എടുത്തോണ്ട് മാർച്ച് ചെയ്യണം. ഒരു 1.5-2 കിലോമീറ്റർ 4:30 മണിക്കൊക്കെ മാർച്ച് ചെയ്യണം രാവിലെ ഇതും വെച്ചിട്ട്. ഇത് തൂക്കാൻ തന്നെ എനിക്ക് ശേഷിയില്ലായിരുന്നു എന്നാണ് എനിക്ക് അന്നൊക്കെ തോന്നിയത്. നല്ല ഭാരമല്ല അത്. അതിൻ്റെ വളരെ കൃത്യമായിട്ടുള്ള പ്രോട്ടോകോൾസ് ഉണ്ട് അവർക്ക്. അപ്പോൾ അതെല്ലാം പാലിച്ചുകൊണ്ടേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ റീകോയിലും ഉണ്ടല്ലേ? റീകോയിലുണ്ട്. അപ്പം ഇതൊരു 10 ഡിഫറെൻറ്റ് മെഷീൻസിൽ 10 ഡിഫറെൻറ്റ് റൈഫിൾസ് ആൻഡ് പിസ്റ്റൾസ് ആൻഡ് റിവോൾവേഴ്സിൽ ഞങ്ങൾക്ക് ട്രെയിനിങ് തന്നിട്ടുണ്ട്. I couldn't imagine myself either. അപ്പം അത് തന്നെയായിരുന്നു എൻ്റെ പ്രശ്നം, സോ അപ്പോൾ ഇതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ ഞാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ഉള്ളുകൊണ്ട് ഞാൻ ചെയ്യുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ ഐ എം ഗെറ്റിംഗ് ആബ്സല്യൂട്ട്ലി ടെറിഫൈഡ്. ഞാൻ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നുള്ളൊരു ബോധ്യം ഇങ്ങനെ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ചോദ്യങ്ങൾ ഇങ്ങനെ എൻ്റെ ഉള്ളിൽ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഞാൻ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്? ഞാൻ എന്തിനാണ് ഈ AK-47 എടുത്ത് കയ്യിൽ വെച്ചിരിക്കുന്നത്? ഞാൻ എന്തിനാണ് ഈ കാർബൈൻ മെഷീൻ ഗൺ എടുത്ത് കയ്യിൽ വെച്ചിരിക്കുന്നത്? ഞാൻ എന്തിനാണ് ഇൻസാസ് റൈഫിൾ എടുത്ത് കയ്യിൽ വെച്ചിരിക്കുന്നത്? എന്നിങ്ങനെ ഓരോ തവണ ഇത് എടുക്കുമ്പോഴും എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്.
ആൻഡ് ആ സമയത്ത് എനിക്ക് ശരിക്കും ഇതിനൊരു ഉത്തരം കണ്ടെത്താൻ പോലും എനിക്ക് പറ്റിയില്ല. ബിക്കോസ് അവിടെ നിൽക്കുമ്പോൾ ആ പ്രവൃത്തി ചെയ്യുമ്പോൾ ഞാനത് നന്നായിട്ട് ചെയ്യണം എന്നുള്ളത് മാത്രമേ എൻ്റെ തലയിൽ ഉള്ളൂ. പക്ഷെ എൻ്റെ മനസ്സിൽ വേറെ എന്തൊക്കെയോ ചോദ്യങ്ങളുണ്ട്. പക്ഷെ എൻ്റെ തലയിൽ ഞാനിതിവിടെ ചെയ്യാൻ വന്നിരിക്കുകയാണ്, സോ യു ബെറ്റർ ഡു ഇറ്റ് വെൽ എന്ന് ഞാൻ തന്നെ എന്നോട് വളരെ പമ്പ് ചെയ്ത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ ആദ്യം ഞങ്ങൾ ഈ പിന്നെ ഷൂട്ടിംഗ് അറീനയിൽ പോയപ്പോൾ ആദ്യത്തെ 1-2 ദിവസം എനിക്ക് അങ്ങോട്ട് ശരിക്കും ഒന്നും വരുന്നില്ല. ഇതങ്ങ് ബുൾസൈലൊന്നും പോയി വീഴുന്നൊന്നുമില്ല, ഇങ്ങോട്ടൊക്കെയോ പോവാങ്ങ്. അപ്പം ഞാനോർത്ത് ഞാൻ യോഗയൊക്കെ ചെയ്ത അത്യാവശ്യം നല്ല കോൺസെൻട്രേഷനൊക്കെ ഉള്ള ആളാണെന്നാണ് എൻ്റെ ധാരണ. അപ്പം ഇവർ ഈ മാസ്റ്റേഴ്സ് ഇങ്ങനെ വീണ്ടും വീണ്ടും ഞങ്ങളോട് വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ എനിക്ക് കോൺസെൻട്രേഷൻ അന്ന് ഒരു പ്രശ്നമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് എവിടെ വേണമെങ്കിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച് നിൽക്കാൻ പറ്റും. ഒറ്റക്കാലിൽ നിൽക്കണോ 2 കാലിൽ നിൽക്കണോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ശ്രദ്ധ എന്നുള്ളത് ഒരിടത്ത് പിടിച്ചു നിർത്താൻ എന്നെ കൊണ്ട് പറ്റുമെന്നാണ് ഞാൻ കരുതിയിരുന്നത്. പക്ഷെ അന്ന് ഇത് കിട്ടുന്നില്ല, ക്വാളിറ്റി ഉണ്ടെങ്കിലും ഒക്കെ. അപ്പം ഞാനത് ഇത് എന്താ എനിക്ക് സംഭവിക്കുന്നത് എന്ന് വിചാരിച്ചു. എന്നിട്ട് പിന്നെ ഒരു ദിവസം ഒരു 3-4 ദിവസം ആയപ്പോഴത്തേക്കും വേറൊരു ഷൂട്ടിംഗ് ഗ്രൗണ്ടിലേക്ക് കൊണ്ടുപോയി. അവിടെ പോയപ്പോൾ എനിക്ക് കാര്യം കിട്ടി. അപ്പം ഞാൻ ഓർത്ത് ഇനി ഈ ഗ്രൗണ്ടിന് എന്തെങ്കിലും പ്രശ്നമാണോ ഇവിടുത്തെ. അന്ന് വൈകുന്നേരം ഞാൻ ഇവിടെ വെറുതെ വീണ്ടും നടന്നു പോയി ഈ ഷൂട്ടിംഗ് ഗ്രൗണ്ടിലേക്ക്, ഒറ്റയ്ക്ക് നടന്നുപോയി. ഇതെന്താണെന്നൊന്നും നോക്കാനായിട്ട് എനിക്ക് ശരിക്കും എന്താ ഇവിടെ സംഭവിക്കുന്നതെന്ന് അറിയണമായിരുന്നു. അപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് മനസ്സിലായത്, ഈ ഞങ്ങളെ സ്ഥിരമായിട്ട് രാവിലെ കൊണ്ടുപോകുന്ന ഈ ഷൂട്ടിംഗ് ഗ്രൗണ്ടിൽ കയറുമ്പോൾ ഈ നമുക്ക് എല്ലാവർക്കും ഒരു ഊർജം ഇങ്ങനെ വരാനായിട്ട് ഈ മോട്ടിവേഷൻ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇൻസ്പിറേഷൻ, മോട്ടിവേഷൻ. നമ്മൾ ഈ പോസ്റ്റേഴ്സൊക്കെ കാണുന്ന പോലെ ഈ ഗ്രൗണ്ടിലേക്ക് പോകുമ്പോൾ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു വലിയൊരു ആർച്ച് ഉണ്ട്, വലിയൊരു ആർച്ച്, ഇങ്ങനെ വളരെ ഓവർ ബെയറിംഗ് ആയിട്ട് നിൽക്കുന്ന ഒരു സംഭവം. അതിലെഴുതിയിട്ടുണ്ട് ഷൂട്ട് ടു കിൽ എന്ന്. അപ്പോൾ നമ്മൾ അതിങ്ങനെ നമ്മൾ എത്ര കാണണ്ടെന്ന് വിചാരിച്ചാലും നമ്മുടെ കൺവട്ടത്ത് അത് വന്ന് വീഴും നമ്മളിത് ചെയ്യുമ്പോൾ. ഈ സാധനം ഇങ്ങനെ മുകളിൽ നിൽക്കുക. ഇതെൻ്റെ മനസ്സിൽ കയറിക്കഴിഞ്ഞാൽ ഈ ഒരു ദൃശ്യം, ഷൂട്ട് കിൽ എന്നുള്ള ഒരു ആർച്ച്, ആ ഒരു ദൃശ്യം, ആ വാക്കുകൾ എൻ്റെ തലയിൽ കയറിക്കഴിഞ്ഞാൽ അപ്പം ഞാൻ ഓഫാകും. എനിക്ക് പിന്നെ കോൺസെൻട്രേഷനും ഇല്ല, ഒരു മണ്ണയും ഇല്ല, അപ്പം ഞാൻ ഓഫാകും. അതെനിക്ക് അന്ന് വൈകുന്നേരം മനസ്സിലായി. ഇതാണ് ശരിക്കും എൻ്റെ പ്രശ്നം എന്നുള്ളത്. എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം അത്രയും വർഷത്തെ എൻ്റെ ജീവിതത്തിൽ ഈ പറഞ്ഞതുപോലെ എനിക്ക് എന്നെക്കുറിച്ച് ചിന്തിക്കാവുന്നതിൽ എത്രയോ തലങ്ങൾക്ക് മേലെയോ കീഴെയോ അതൊന്നും എനിക്കറിയില്ല, പക്ഷെ എന്നെക്കൊണ്ട് പറ്റാത്ത കാര്യം നന്നായിട്ടറിയാം. അന്ന് IRS ക്ലോസ് ചെയ്തു. IRS മാത്രമല്ല, IRS ആയാലും IPS ആയാലും ഒക്കെ തന്നെ നമുക്ക് ഈ ആ ഒരു ഘടകം നമ്മുടെ ഉള്ളിൽ എവിടെയെങ്കിലും കാണണം അതൊക്കെ ചെയ്യാനായിട്ട്. അതില്ലാതെ പറ്റില്ല. ഇപ്പം ഈ പറയുന്ന പോലെ മറ്റ് സർവീസിലുള്ളവരൊക്കെ എന്നും കില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണോ എന്ന് ചോദിച്ചാൽ ഇല്ല, ഓബ്വിയസ്ലി ഇല്ല. നോബഡി ഡസ് ദാറ്റ് ഇൻ സർവീസ്. നോ റൈറ്റിയേഴ്സ് ഓഫീസർ വുഡ് എവർ ഡു ദാറ്റ്. ബട്ട് അതിൻ്റെ ഒരു മനോഭാവം എന്നുള്ളതുണ്ടല്ലോ, ആ മനോഭാവം വേണം എന്നുള്ളതുകൊണ്ടായിരിക്കും അതവിടെ വെച്ചിരിക്കുന്നത്. എന്നെക്കൊണ്ട് അത് പറ്റില്ല. നല്ലതാണോ ചീത്തയാണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ എന്നെക്കൊണ്ട് അത് പറ്റില്ല എന്ന് എനിക്ക് ഉറപ്പായി. അതെന്തായാലും നന്നായി. 2014 വീണ്ടും എഴുതി 48ാമത്തെ റാങ്ക് എടുത്തു. അതെ ഇപ്പം പിക്ചർ ക്ലിയർ ആയി. ഗോയിങ് ബാക്ക് ടു ദി ഏർലിയർ ക്വസ്റ്റ്യൻ, ഞാൻ ഈ പറഞ്ഞല്ലോ, ഈ ബ്രിഡ്ജിങ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ ദ ബ്യൂറോക്രാറ്റ്സ് ആൻഡ് പീപ്പിൾ, അതിലെനിക്ക് ഒരു എലമെൻറ്റ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടില്ലേ ഡോക്ടർ. വൺ ഇസ് ദ ഫാക്ട് ദാറ്റ് യു എക്സിക്യൂട്ട് എ ലോട്ട് ഓഫ് പോസിറ്റീവ് എനർജി. അത് പലരും പറഞ്ഞിട്ടുണ്ടാവും. സെക്കൻഡ് ഇസ് ഒരു റിലേറ്റബിലിറ്റി ഉണ്ട്. ലൈക്ക് ഭയങ്കര ഒരു ഡൗൺ ടു എർത്ത് വൈബാണ് ദാറ്റ് യു ക്യാരി. അപ്പോൾ ഞാൻ ഡോക്ടറിനെ കണ്ടപ്പോഴും ഞാൻ പറഞ്ഞ ഐ ഡോണ്ട് ഫീൽ ലൈക്ക് ഐ മീറ്റിംഗ് യു ഫോർ ദ ഫസ്റ്റ് ടൈം. എനിക്ക് നേരത്തെ അറിയാവുന്ന ഒരാളാണ്, അപ്രോച്ചബിൾ ആയിട്ടുള്ള ഒരാളാണ്. ദർ ഇസ് നോ ബാരിയർ എന്നുള്ളൊരു ഫീലിംഗ്. ഡസ് ദാറ്റ് ഓൾവേസ് ഹെൽപ്പ് യു ഇൻ യുവർ വർക്ക്? അതൊരു അഡ്വാൻറ്റേജ് ആണോ? ആൻഡ് ഇങ്ങനെ ഒരു പവർ പൊസിഷനിലിരിക്കുമ്പോൾ അതൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ടും മാറാറില്ല, ബിക്കോസ് എവറിബഡി ഫീൽസ് കംഫർട്ടബിൾ ഇനഫ് ടു റീച്ച് ഔട്ട് ടു യു. ഹൗ ഡു യു ബാലൻസ് ഇറ്റ്? അതാ ഞാൻ ഈ പറഞ്ഞത്, ദുപ്പട്ട പോലെ 2 സൈഡ് പിന്നൊക്കെ കുത്തി, മുടിയൊക്കെ 2 സൈഡ് പിന്നിയൊക്കെ ഞാൻ MBBS ക്ലാസ്സിൽ പോയ ദിവസം. ഐ ഡോണ്ട് സ്പീക്ക്
ടു ബി ഹേർഡ് ബൈ സമ്മൺ. ഐ സ്പീക്ക് ബിക്കോസ് ഐ വോണ്ട് ടു സ്പീക്ക്. ആർത്തവം ആരംഭിച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഇനി പഠിക്കാനൊന്നും പോണ്ട എന്നുള്ള ഒരു കാരണം പറഞ്ഞ് പഠനം നിഷേധിച്ചു. എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു, ഐ സീ ഗോഡ്സ് പ്രസൻസ് ഇൻ യു മോളെ, യു വിൽ ബ്രിങ് ലോറൽസ് ടു ദിസ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ട് തലയിൽ കൈവച്ചിട്ട് എന്നെ അനുഗ്രഹിച്ചു.